നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി 52 നാൾ കാത്തിരിപ്പ്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായി. ജൂലൈ 31 വരെ നീളുന്ന 52 ദിവസത്തെ നിരോധനമാണ് അർദ്ധരാത്രിയോടെ നിലവിൽ വന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ്. എന്നാൽ പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട്. പ്രജനനകാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം. നിയന്ത്രണങ്ങളോട് മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു. ചരക്ക് കപ്പൽ അപകടം, കാലവർഷം എന്നിവയെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ട്രോളിംഗ് നിരോധനവും എത്തുന്നത്. തീരപ്രദേശത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ നിരോധന കാലയളവിൽ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു. 2 പേരുടെ നില ഗുരുതരം, 6 പേർ ചികിത്സയിൽ. കേരളത്തിന്റെ പുറംകടലിൽ കപ്പലിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. മംഗളൂരു SJ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലു എൻലി, സോണിറ്റൂർ എസൈനി എന്നിവരാണ് അത്യാസന്ന നിലയിൽ കഴിയുന്നത്. അതേസമയം കപ്പൽ അപകടത്തിൽ കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. കപ്പലിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാനായി കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറി നിലയുറപ്പിച്ചിരിക്കുന്നത്. കൊളംബോയിൽ നവി മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലാണ് ഇന്നലെ കത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ. വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായി UDF മാറിയെന്ന് MV ഗോവിന്ദൻ. UDF പ്രത്യാഘാതം അനുഭവിക്കുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വർഗീയവാദികളുമായി ചേർന്ന് പോകുന്ന സ്ഥിതിയാണ്. PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണോ? രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള വർഗീയ ശക്തിയാണെന്നും ഇസ്ലാമിക രാഷ്ട്രീയം വേണമെന്ന നിലപാടുള്ളവരാണെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ആ നിലപാടല്ലല്ലോ PDP എടുക്കുന്നത്. PDP പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നും MV ഗോവിന്ദൻ വിശദമാക്കി. പോലീസ് ഉദ്യോഗസ്ഥനെ ട്രെയിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മുട്ടുകുളങ്ങര KAP 2nd ബറ്റാലിയൻ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ അഭിജിത്ത് KRനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ വിയ്യൂർ സ്വദേശിയാണ് അഭിജിത്ത്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് അഭിജിത്ത് പരിശീലനത്തിൽ പ്രവേശിപ്പിച്ചത്. എന്തിനാണ് അഭിജിത്ത് ജീവനൊടുക്കിയതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്റ്റേഷനിൽ CIയുടെ പിറന്നാൾ ആഘോഷമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കൊടുവള്ളി സ്റ്റേഷനിലാണ് സംഭവം നടന്നത്. കൊടുവള്ളി CI KP അഭിലാഷിന്റെ ജന്മദിനമാണ് സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇൻസ്പെക്ടർ KP അഭിലാഷിനെതിരെ താമരശ്ശേരി DYSPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന അടിക്കുറിപ്പോടെ FBയിലാണ് ദൃശ്യങ്ങൾ വന്നത്. CK ജലീൽ, PC ഫിജാസ് എന്നീ യൂത്ത് കോൺഗ്രസ് കൊടുവള്ളി മണ്ഡലം ഭാരവാഹികളാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു നടപടി ശരിയല്ലെന്ന് കാണിച്ചാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന.